Welcome back to my curry world with love. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോട്ടിയുടെ റെസിപ്പി ചെയ്യാം കേട്ടോ. റൊട്ടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ റോട്ടിയാണ്. ഇതുപോലെ റോട്ടി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നല്ല ക്രിസ്പിയാണ്. ഔട്ടർ പാർട്ട് നല്ല ക്രിസ്പി ആയിരിക്കും, ഇന്നർ പാർട്ട് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു റോട്ടി തന്നെയാണ് കേട്ടോ. ഇത് സ്പെഷ്യൽ ടേസ്റ്റാണെന്ന് തന്നെ പറയാം കേട്ടോ. ഉണ്ടാക്കാൻ അത്ര പാടൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ്. പൊറോട്ട പോലെ നമുക്ക് ഒരുപാട് കിടന്ന് ബുദ്ധിമുട്ടിയിട്ട് കഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല അത്. എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറിയുടെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റൊട്ടി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ചേരുവകളും ഉണ്ടാക്കുന്ന പ്രോസസ്സും വളരെ എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കാം. അതിന് വേണ്ടത് നമുക്ക് ആദ്യം തന്നെ മൈദയാണ് വേണ്ടത്. അപ്പം ഞാൻ 2 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ സാധാരണത്തെ, അത് ഗ്ലാസ്സിൽ തന്നെയാണ് 2 ഗ്ലാസ് മൈദ എടുത്തിരിക്കുന്നത്. ആ മൈദയിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് റവ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉപ്മാവിനൊക്കെ ചേർക്കുന്ന റവ ഉണ്ടല്ലോ, റവ ഒരു 1/2 ഗ്ലാസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ മൈദ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല കേട്ടോ. നമ്മൾ അങ്ങനെ ഞങ്ങളുടെ ഉപ്മാവ് റവ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അതിന് മുൻപ് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നോർമൽ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് വെച്ചതിന് ശേഷം ആ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കിതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് അരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു അരിപ്പ ഇട്ടിട്ട് എല്ലാം കൂടി നമ്മൾ മാവും എല്ലാം ചേർത്തിട്ട് നമുക്ക് അരിച്ച് അങ്ങനെ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനങ്ങനെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ ചേർക്കണത്, പാലൊന്നുമല്ല നമ്മൾ ചേർക്കണത്. ചെറിയ ചൂടുവെള്ളം, ഒരുപാട് ചൂടാവേണ്ട ആവശ്യമില്ല, തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ ചൂടേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ആ ചൂടുവെള്ളം ഞാനിതിലേക്ക് ചേർത്തിട്ട് നമുക്ക് പാകത്തിന് എത്ര വെള്ളം വേണ്ടതെന്ന് വെള്ളം ഒരിക്കലും കൂടാതെ നോക്കണം. വെള്ളം ചേർത്ത് ചെറുതായി കുറേശ്ശെ ചേർത്ത് നോക്കിയിട്ട് നമ്മൾ പാകത്തിന് കുഴച്ചെടുത്താൽ മതി. നമ്മൾ ചപ്പാത്തി പരുവത്തിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് വേണം കേട്ടോ കുഴയ്ക്കാൻ വേണ്ടി. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ കുഴച്ചെടുക്കില്ലേ അതുപോലെ. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബട്ടർ ചേർക്കേണ്ടത്, വെണ്ണ. നിങ്ങൾക്ക് വെണ്ണയുടെ മണം ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല. നമ്മൾ ഈ ടീസ്പൂൺ ബട്ടർ ചേർക്കുമ്പോൾ അതിന് നല്ലൊരു സ്പെഷ്യൽ മണമാണ് കേട്ടോ അതിന്. അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം പാകത്തിന് ഒഴിച്ചിട്ട് ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. കൈ കൊണ്ട് തന്നെ നന്നായി നമുക്ക് കുഴച്ചെടുക്കാം. നന്നായിട്ട് സ്മൂത്തായി കുഴച്ചെടുക്കണം കേട്ടോ. ഇത് ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് നേരം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. ശരിക്കും ഞാനിപ്പോൾ ചെറുതായിട്ട് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഞാനിതിലേക്ക് കുറച്ച് എണ്ണ ചേർത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ, സാധാ സൺഫ്ലവർ ഓയിൽ എന്നിട്ട് ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ടേബിൾ ടോപ്പൊക്കെ വൃത്തിയാക്കിയിട്ട് അതിൽ വെച്ച് കുഴച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. ഇതിൻ്റെ കുഴക്കലിനാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. ശരിക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്കത് മാവ്. നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം കൂടുതലായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് കുറച്ച് മൈദ തൂവി കൊടുത്തിട്ട് നമുക്കൊന്ന് പാകത്തിനാക്കി എടുക്കാം. മാവിൻ്റെ പരുവം എന്ന് പറയുന്നത് ഇതുപോലെ കുറച്ച് ലൂസായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ റോട്ടി സോഫ്റ്റ് ആവില്ല, ഭയങ്കര ഹാർഡായി പോവും. കണ്ടില്ലേ, 2 കൈ കൊണ്ട് നന്നായിട്ട് നമുക്ക് നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ 2 കൈയും ചേർത്തിട്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് ആവുന്ന വരെ നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാനിതുപോലെ തന്നെ കൈ എടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ആ പാത്രത്തിലേക്ക് തന്നെ വെച്ചിട്ട് ചെറുതായിട്ട് കയ്യിലൊന്ന് എണ്ണ തടവിയിട്ട് അതൊന്ന് വെക്കുകയാണ് കേട്ടോ. 1 മണിക്കൂർ നേരം നമുക്കതവിടെ ഇരിക്കട്ടെ. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ കണ്ടോ മാവെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ നേരം ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ അടുത്ത പ്രോസസ്സ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് അടച്ചു വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നമ്മളുടെ മാവൊക്കെ നന്നായി പൊന്തിയിട്ടുണ്ട്. ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് കയ്യിൽ ഇതുപോലെ തന്നെ കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്കൊന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നിനും നല്ല എണ്ണ തടവുണ്ട്. നമുക്ക് ഒന്നും കൂടി കുഴച്ചെടുക്കാം. ജസ്റ്റ് അതെല്ലാതും നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു റോട്ടി പറയണത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട്, പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും, അകത്ത് നല്ല സോഫ്റ്റുമാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റോട്ടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തീർച്ചയായും. നമ്മൾ എന്നും ചെയ്യുന്നതിൽ നിന്നൊന്ന് വ്യത്യാസമായിട്ട് ചെയ്യല്ലേ.
അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോൾസ് ആയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഉരുളകളുടെ വലുപ്പമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് എടുത്ത്. ഇതിപ്പോൾ നമ്മൾ സാധാ ചപ്പാത്തിയുടെ പരുവത്തിലുള്ള ഉരുളകളാണ്. അതിനേക്കാൾ കുറച്ചും കൂടി വലുതായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ചെറുതായിട്ട് കുറച്ചും കൂടി ചപ്പാത്തിക്ക് നമുക്ക് സാധാരണ എടുക്കുന്നതിന് കുറച്ചും കൂടി വലുതായിട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് വലുപ്പം കൂട്ടി ഉണ്ടാക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ, എത്ര വലുപ്പമുള്ള റോട്ടി ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതുപോലെ ഞാൻ എല്ലാ ഉരുളകളും എടുക്കുന്നുണ്ട്. ഉരുളകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം എടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഉരുളകളും ചെറുതായിട്ടൊന്ന് പൊന്തും. അതിന് ശേഷമാണ് നമ്മൾ ഇത് പരത്തി ഉണ്ടാക്കേണ്ടത്. അത് എങ്ങനെ പരത്തുന്നതെന്നും വ്യത്യാസമുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ ഉരുളകളെല്ലാം ആയിട്ടുണ്ട്. ഉരുളകളുടെ മുകളിലേക്ക് ഞാൻ ചെറുതായിട്ട് എണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ എല്ലാം നന്നായിട്ടൊന്ന് പുരട്ടി വെച്ചാൽ മതി. പുരട്ടിയിട്ടൊരു 10 മിനിറ്റ് നേരം അവിടെ ഇരിക്കട്ടെ. 10 മിനിറ്റിന് ശേഷം വേണം നമുക്ക് ചെയ്യാൻ. ആ സമയത്ത് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർക്കുന്നത്. ഈ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് വെക്കണം. ഇതാണ് കേട്ടോ നമ്മൾ റോട്ടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളതാണ്, തേച്ച് കൊടുക്കാനുള്ള ഒരു ഓയിൽ മിക്സാണിത്. ഇത് വളരെ നല്ലൊരു ഓയിൽ മിക്സാണ്. കാരണം എന്താ പറയുക, ഇത് നമ്മൾ ബേക്കിംഗ് സോഡ വെച്ച് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ല ഫ്ലഫി ആയി കിട്ടുകയും ചെയ്യും. മാത്രമല്ല പുറം ഭാഗമെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മൾ റവയൊക്കെ ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ ഒന്നും കൂടിയും ഇതും കൂടിയും ചേർക്കുമ്പോൾ നല്ലൊരു ടെക്സ്ചറാണ് കേട്ടോ അതിന് തരുന്നത്. ഇപ്പോൾ നമ്മുടെ ബോൾസൊക്കെ കണ്ടോ വീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് ഞാനൊരു ബോളെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ടേബിൾ ടോപ്പിൽ ഞാൻ എണ്ണ തടവിയിട്ടുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഞാൻ കുറച്ച് എണ്ണ കൈ കൊണ്ട് ചേർത്തിട്ട് തന്നെ ഞാനത് നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ പരത്തിയെടുക്കുകയാണ്. പക്ഷെ നമ്മൾ പൊറോട്ടയ്ക്ക് അടിക്കുന്ന പോലെ ഒന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കാം. ഇനിയിപ്പോൾ കൈ കൊണ്ട് നിങ്ങൾക്ക് പരത്താൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ റോളർ ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ. ചപ്പാത്തിയുടെ പലകിട നമ്മുടെ ഇതുണ്ടല്ലോ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ ഇതുപോലെ കനലില്ലാണ്ട് പരത്തിയെടുക്കണം എന്ന് മാത്രം. പെട്ടെന്ന് തന്നെ കൈ കൊണ്ടാവുമ്പോൾ പെട്ടെന്ന് തന്നെ പരത്തി കിട്ടും. ഇപ്പം ഞാൻ നമ്മൾ ബേക്കിംഗ് സോഡ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലില്ലേ, അത് ഞാൻ അതിലേക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഈ പൊടി റവയാണ് കേട്ടോ. നമ്മുടെ മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എന്നല്ല, ഞാൻ കുറച്ച് റവയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. റവ നമുക്ക് തൂവി കൊടുക്കാം. ഇനി നമുക്ക് 2 സൈഡിൽ നിന്ന് ഇതുപോലെ ഇളക്കി എടുക്കാം. വലിച്ചെടുത്തിട്ട് നമുക്ക് അവിടെ 2 സൈഡിൽ നിന്ന് മടക്കിയിട്ട് നമുക്ക് ഒരു പോക്കറ്റ് പോലെ ആക്കിയെടുക്കണം. അങ്ങനെ ആക്കിയിട്ട് വേണം ചെയ്യാൻ. നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ ഷേപ്പ്. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ എനിക്ക് നന്നായിട്ട് എളുപ്പമായി തോന്നും ചെയ്തു. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇനി റോൾ ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് പരത്തിയെടുക്കണം വെച്ചാൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാനിങ്ങനെ ചെയ്യണത് ഒരു പോക്കറ്റ് പോലെ 2 സൈഡിൽ നിന്ന് മടക്കി വെച്ചിട്ട് പരത്തിയെടുത്തിട്ട് ചുടുക ചെയ്യണത് കേട്ടോ. അപ്പോൾ നമുക്കത് 2 സൈഡിൽ നിന്ന് മടക്കി വെച്ചിട്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മടക്കും കൂടി വേണമെങ്കിൽ മടക്കാം. അപ്പം ഞാൻ ചെയ്യണില്ല. അപ്പം ഞാൻ 2 സൈഡിൽ നിന്ന് ഓരോ മടക്ക് മാത്രമേ ചെയ്യണുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എല്ലാം ഉണ്ടാക്കി വയ്ക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം കൂടി കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളത്. ചെറുതായിട്ട് എണ്ണ തടവി അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ബോളെടുത്ത് വെക്കുകയാണ്. നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കുക. നന്നായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നന്നായി ഇങ്ങനെ ഉണ്ടോ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് അല്ലേ. അപ്പോൾ അത് നന്നായി പരന്ന് വരും കേട്ടോ. എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ. നമുക്ക് പരത്തിയെടുക്കാൻ എളുപ്പമാണ്, ഹാർഡൊന്നുമല്ല. നന്നായി കനം കുറച്ച് പരത്തിയതിന് ശേഷം നമ്മൾ ആ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുള്ള എണ്ണ ചെറുതായിട്ടൊന്ന് തൂവി കൊടുത്തു. ഇനി നമുക്ക് 2 സൈഡിൽ നിന്നും കൂടി മടക്കിയെടുക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് റവ ഇട്ടു. ഈ റവ ചേർക്കണം കേട്ടോ, എന്നാലേ നമുക്ക് ആ ഒരു ക്രിസ്പിനെസ് വരുള്ളൂ. മുകളിൽ നിന്ന് ഇങ്ങനെ മടക്കി താഴത്തെ വശത്തുനിന്നും ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ ഒന്നിങ്ങനെ ഒന്ന് വെലിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല ഒരു ലെയറായി കിട്ടും. അത് 2 സൈഡിൽ നിന്നും കൂടി നമുക്ക് മടക്കണം. ചെറുതായിട്ട് എണ്ണ തേച്ചിട്ട് കുറച്ച് റവ തൂവി കൊടുത്തിട്ട് അത് മടക്കിയെടുക്കാം. ചെറുതായി മടക്കി വയ്ക്കും. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതുപോലെ നമുക്കെല്ലാം ചെയ്ത് എടുത്ത് വയ്ക്കാം. എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം മാത്രം നമുക്ക് നന്നായിട്ട് ഓരോന്നും പെട്ടെന്ന് ചുട്ടെടുക്കാൻ എളുപ്പമാവും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉരുളകളും നമുക്ക് നന്നായിട്ട് പോക്കറ്റ് പോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ എല്ലാ ബോൾസും പരത്തിയിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം തന്നെ നമുക്കിനി പരത്തിയെടുക്കാം. ഇതുപോലെ തന്നെ കുറച്ച് ടേബിൾ ടോപ്പിൽ എണ്ണ തടവിയിട്ട്
അതിലേക്ക് ഓരോന്നും വെച്ച് പരത്തി കൊടുക്കാം. ഒരുപാട് കനം കുറച്ച് പരത്തണമെന്നൊന്നുമില്ല കേട്ടോ. നല്ല തിന്നായി പരത്തേണ്ട ആവശ്യമില്ല. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് അത്യാവശ്യം കുറച്ച് കനമൊക്കെ ഇരുന്നോട്ടെ. അപ്പോഴാണ് നമുക്ക് അകത്തുനിന്ന് നല്ല ലെയറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പരുവം മതി കേട്ടോ. ഈ ഒരു പരുവത്തിലാക്കിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ നമ്മളുടെ ദോശച്ചട്ടി ഉണ്ടല്ലോ, നമ്മുടെ ആ ചട്ടി, ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി എണ്ണ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനത് ഇട്ടു. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് ചുട്ടെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിലാവണമെന്നില്ല കേട്ടോ. ചട്ടി നല്ലോണം ചൂടായിട്ടേ പക്ഷേ ഇത് ഇടാൻ പാടുള്ളൂ. ഇനി നമുക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. സാധാരണ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തീർച്ചയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഭവങ്ങൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് കേട്ടോ ഒട്ടും. ഇപ്പോൾ നമ്മളെ റോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള റോട്ടിയാണത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് അതിന്. നമ്മൾ ചെറുതായിട്ട് ബട്ടറൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ലൊരു മണം വരും നമുക്കിതൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ. അങ്ങനെ തന്നെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ ഞാൻ എല്ലാ റോട്ടികളും ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ക്രിസ്പി റോട്ടി ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്സുകളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും മടിക്കരുത്. ഇതുപോലെയുള്ള വിഭവങ്ങളുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.